നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അന്ത്യശക്തമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കാം. ദേവതയായി ബ്രഹ്മാവാണ്, അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ലഭിക്കുക. ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വല്പം വളഞ്ഞ വഴിയിൽ ചിന്തിക്കുന്നവരും ബുദ്ധിയും വിവേകവും ഉള്ളവരും കോപശീലരുമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സൗന്ദര്യവും പ്രാഗൽഭ്യതയും ഉള്ളവരും ഇഷ്ടം തോന്നുന്ന രീതിയിൽ സമർത്ഥമായി സംസാരിക്കുന്നവരും സമ്പത്തുള്ളവരുമായിരിക്കും. രാഹു 4-ാം ഭാവത്തിലും വ്യാഴം 8-ലും 9-ലും ശനി 5-ലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. ജനങ്ങളുമായി കലഹം, ദാമ്പത്യ വിരഹം, കാര്യനഷ്ടം, രോഗം, ക്ലേശം എന്നിവ ഫലമുണ്ടാകാം. 9 വയസ്സുവരെയുള്ള കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യപരമായും മറ്റുമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതാണ്. പകർച്ചപ്പനി പോലെയുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 9 വയസ്സു മുതൽ 16 വയസ്സുവരെയുള്ളവർക്ക് രോഗക്ലേശങ്ങൾ ഉണ്ടാകാം. പഠനകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയെന്നു വരില്ല. കൂട്ടുകെട്ടുകൾ അപകടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. 16 വയസ്സു മുതൽ 36 വയസ്സുവരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിബന്ധവും മറ്റും ഉണ്ടാകാം. പരിശ്രമം കൊണ്ട് അത് മാറിക്കിട്ടുന്നതുമാണ്. 36 വയസ്സു മുതൽ 42 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് അകാരണമായിട്ടുള്ള അലച്ചിലും കാര്യവിഘ്നവും വന്നു ചേരാം. 42 വയസ്സു മുതൽ 52 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് സമാധാനവും ആശ്വാസവും പ്രതീക്ഷിക്കാവുന്ന വർഷമാണ്. 52 വയസ്സു മുതൽ 39 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഫലം. 59 വയസ്സിന് ശേഷമുള്ള തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം കഠിനതകൾ നിറഞ്ഞ പരീക്ഷണങ്ങൾ തനിക്കോ കുടുംബത്തിലോ ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വ്യാഴം അഷ്ടമ 9-മ ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. കണ്ടകശനി ദോഷമില്ല. 4-ാമിടത്ത് രാഹു സഞ്ചരിക്കുന്നുണ്ട്. ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ മറഞ്ഞും ഇടയ്ക്ക് തെളിഞ്ഞും വന്നേക്കാം. വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്. അന്യനാട്ടിൽ പഠിപ്പിനനുസരിച്ചുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. വൈകിയാണെങ്കിലും കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതാണ്. കുടുംബത്തിൽ നിന്നും സ്വീകാര്യത കൈവരുന്നതാണ്. സ്വന്തമായി കമ്പനി, സ്ഥാപനം എന്നിവ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. 4-ാമിടത്തിൽ രാഹു സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനഃശക്തി ചിലപ്പോൾ ക്ഷീണിക്കാം. വീട് വാങ്ങുക, വീട് നിർമ്മിക്കുക എന്നിവയിൽ തടസ്സങ്ങൾ വരാവുന്നതാണ്. വാഹനത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാകും ഒട്ടൊക്കെ അനുഭവം. മക്കളുടെ പ്രവർത്തനങ്ങൾ ദുരൂഹമായി തോന്നാം. തന്മൂലം അല്പം വിഷമങ്ങളും ഉണ്ടാകാം. അനുരാഗ കാര്യങ്ങൾക്കിടയിൽ കൂടുതൽ ഹൃദയ ഐക്യം വരുന്നതാണ്. വിവാഹ തീരുമാനം നീളുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം.